ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിപ്പ് മന്തിയാണ്. തട്ടിപ്പ് മന്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ പോകുന്നത്. നമ്മൾ ഇന്നലെ കുട്ടികൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പീസ് ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു പീസ് വെച്ചിട്ട് നേരം നോക്കുമ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കുക വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു പീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പിച്ചി പറിച്ച് നമ്മളൊരു ഇതിൽ ഇട്ട് കൊടുത്തു, ചട്ടിക്ക് ഇട്ട് കൊടുത്ത്, പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തു. ഒരു 2-3 സബോളയും അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയും ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിടുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളിയാണ്, അതിട്ട് കൊടുക്കാം. വെറുതെ നമ്മൾ ആ കുത്തണ അരക്കല്ലിൽ അതിൽ കുത്തിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞ് മാറ്റിയെടുത്തതാണ്. അതുപോലെ ഒരു ലേശം ടൊമാറ്റോ സോസാണ്. ഇത് ഞങ്ങൾ ബ്രോസ്റ്റ് മേടിക്കുമ്പോൾ കിട്ടിയതാണ്. തക്കാളി എനിക്കാണ്. അപ്പോൾ തക്കാളിക്ക് പകരം നമ്മൾ ടൊമാറ്റോ സോസ് കിടക്കട്ടെ. നമ്മൾ ഏതായാലും തട്ടിപ്പം മന്തിയല്ലേ, അപ്പോൾ ഒക്കെ തട്ടിപ്പിൽ അങ്ങോട്ട് നടന്നു പോട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആയി കിട്ടിയാൽ മതി. എന്ത് ചെയ്താലും വേണ്ടില്ല, അങ്ങനെയുള്ളൊരു ഇതാണ്. തിന്നാൻ പറ്റുന്ന മുതലായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതൊക്കെ പാടെ കടന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മന്തി മസാലയാണ് കേട്ടോ. ഉണ്ടല്ലേ, മന്തി മസാലയാണ്. മന്തി മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മന്തി മസാല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. മന്തി മസാല ഞാനൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, വേണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ഇതിലേക്ക് നമുക്കിനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇതൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസുമതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സാവട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഞാൻ കെറ്റിലിൽ വെച്ചതാണ്, ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ അരിയുടെ ഒരു ലേശം മുകളിൽ വെള്ളം നിന്നാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഇത് വേവാനുള്ളൊരു പാകം. ഈ മന്തി അരി ഞാനൊരു 1/2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ, വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇതിപ്പോൾ നമ്മളത് ഈ ഒരു വിരലിൻ്റെ ഈ ഒരു വരല്ലേ, ഈ ഒരു വര വരെ ഇങ്ങനെ അരിയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കണം. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പാകം വേവാനുള്ളത്. അപ്പം അങ്ങനെ നമുക്കാക്കി നിർത്താം. അപ്പം അത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ലല്ലോ. ഉപ്പൊക്കെ പിന്നെ ഓരോരുത്തരുടെ പാകത്തിനുള്ള ഓരോരുത്തർ ഇട്ടോളൂ കേട്ടോ, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. ഇനി കടന്നൊന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മന്തി അവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു എന്താ പറയുക, പൊട്ടാറ്റോ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പൊട്ടാറ്റോ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അങ്ങനെ നീളത്തിലാണ് ഞാൻ നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പുപൊടിയാണ് കേട്ടോ. ഉപ്പുപൊടി ചാടുന്നു, ഇതിൽ ഉപ്പുപൊടി ചാടുന്നില്ല. നമുക്ക് ലേശം ഉപ്പുപൊടി എടുത്തിട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുരുമുളക് പൊടി കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു ഇതുപോലൊരു ഇതിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് എടുക്കണതിന് ഉരുളങ്കിഴങ്ങിനനുസരിച്ച് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് നല്ല വെള്ളം അത് മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് അധികം എരിവില്ലാതെ, എൻ്റെ ചെറിയ മോനിക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവനക്കൊക്കെ വേണ്ടിയിട്ട് നല്ല എരിവില്ലാതെ ഇതിങ്ങനെ പൊരിച്ചു കൊടുത്താൽ അവനക്ക് നല്ല ഇഷ്ടമാട്ടോ. ഞാൻ ചോറിനൊക്കെ നല്ല ഇങ്ങനെ പൊരിച്ചു കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചായക്കൊക്കെ കഴിക്കാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇരുന്ന് സെറ്റാവട്ടെ. നമുക്കിതൊന്ന് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മന്തി കുറേയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി പതുക്കെ തീയിൽ കിടന്ന് വേവട്ടെ. നമ്മളുടെ ബസുമതി അരിക്ക് വേവുള്ളതല്ലേ, അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കും.
ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി അങ്ങനെ കുറച്ച് നേരം കുക്കാവട്ടെ. നമ്മളെ എണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഇതിട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം അങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ലേശം പെരുംജീരകം ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ വലിയ ജീരകം എന്ന് പറയില്ലേ, ഈ പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലൊരു വെയിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരക്കല്ല് എന്നൊക്കെ പറയില്ലേ, അര കുത്തണ കല്ലാണ്. ഒരു കയ്യിൽ ഫോണുള്ളത് കാരണം കൊണ്ട് എന്താ പറയുക, പൊക്കി കാണിച്ചു തരാൻ വയ്ക്കുന്നില്ല കേട്ടോ. നമുക്കിതിന് മാറ്റിയിട്ടൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഏസൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ നല്ലവണ്ണം ആയി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ, കാണാനല്ലേ. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. വലിയ മക്കൾക്കൊക്കെ ഒരിത്തിരി എരിയും ഇതൊക്കെ ഉള്ളൊരു എന്തെങ്കിലുമൊക്കെ വേണ്ട മന്തിക്ക് കഴിക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേശം സോയാബീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അതൊന്നും കായം കൂട്ടണോ ഇതാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ വല്ലാതെ ലെങ്തായി ലോങ്ങായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ മന്തി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ മന്തി, വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട്. ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഞാൻ. പിന്നെ അടിയിൽ പിടിക്കാൻ പാടില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആവാൻ പാടില്ലല്ലോ. കണ്ടോ, അടിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കണ്ടോ നമ്മളെ മന്തി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയാബീൻ കണ്ടോ ഇതിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ തട്ടിപ്പൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ അടിപൊളി വീഡിയോസുകൾ, ഹെൽപ്ഫുള്ളായ അടിപൊളി വീഡിയോസുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും അതുപോലെ ഹെൽപ്ഫുള്ളായതുമായ കുറേ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.